രണ്ടാളും ഉണ്ടല്ലോ. സന്തോഷമായിരിക്കുന്നോ? ലൈഫൊക്കെ എങ്ങനെയുണ്ട്? സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു അങ്കിൾ. അല്ല, ഇതെന്താ രാഹുൽ വന്നില്ലേ? ഡോക്ടർക്ക് ദൈവത്തിലൊന്നും അത്ര വിശ്വാസം കാണില്ല അല്ലേ? ഏയ്, അതൊന്നുമല്ല. അവന് ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുക. ഇന്ദുമോൾ അവിടെ ഇരുന്ന് ബോറടിച്ചപ്പോ ഇന്നലെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അല്ല, ഇന്ദു എന്താ രാഹുലിന്റെ കൂടെ പോകാതിരുന്നേ? ഈ വയനാട് നല്ല സ്ഥലമല്ലേ? വെറുതെ എവിടെ ഇരുന്ന് ബോറടിക്കണമായിരുന്നോ? ഒപ്പം ചെല്ലാൻ രാഹുൽ ഒരുപാട് നിർബന്ധിച്ചതാ. ഞാൻ പോയില്ല. മെഡിക്കൽ ക്യാമ്പല്ലേ, അതിനിടയിൽ ഞാനൊരു ബാധ്യതയാവണ്ടെന്ന് കരുതി. ഇവരൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. രാഹുലിന്റെ തിരക്ക് കഴിയട്ടെ എന്ന് കരുതി കാത്തിരിക്കുക. എന്തു പറയുന്നു പ്രതിഭ? എന്താ പറയണ്ടേന്ന് അറിയില്ല. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. മോളെ, സുശീലയ്ക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല ആന്റി, അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹം. ചേരേണ്ടത് ചേരുമ്പോഴാ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നേ, അല്ലേ സത്യ? പ്രതിഭയ്ക്കെന്റെ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാ. സ്നേഹമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഏത് പെണ്ണും ബാക്കിയുള്ളതൊക്കെ അതിജീവിച്ചോളൂ എന്നാ പ്രതിഭയുടെ ശക്തി. സത്യനാ. അല്ല, ഇന്ദു രാഹുലും ഓക്കെ അല്ലേ അങ്കിളെ? അവര് ഹാപ്പി അല്ലേ? യെസ്, അവര് ഹാപ്പിയാ. അങ്കിളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സത്യ? അങ്കിളുടെ കയ്യിൽ നിന്ന് അമ്മ വാങ്ങി 25 ലക്ഷം രൂപ ഞാൻ തിരിച്ചു തരാം. അതിന് കുറച്ച് സമയം എനിക്ക് തരണം. അതിന് ഞാനത് തിരിച്ചു ചോദിച്ചില്ലല്ലോ. അന്ന് നിന്റെ അമ്മ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോ ഗോകുല 25 ലക്ഷത്തിന്റെ കാര്യം ചോദിച്ചു എന്നുള്ളത് സത്യവാ. നീ അതൊന്നും കാര്യാക്കണ്ട, അതങ്ങ് മറന്നേക്ക്. അങ്ങനെയല്ലേ സാവിത്രി? അല്ലെങ്കിലേ. അതെ സത്യ, ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെയാകാം. നടയടയ്ക്കാറായി, ഇപ്പൊ തന്നെ വൈകി. അയ്യോ, നിങ്ങൾ തൊഴുതില്ലല്ലോ. എന്നാ ശരി മോളെ, പിന്നെ കാണാം. സത്യ, ഒരു ദിവസം രണ്ടാളെ ഞങ്ങൾ വീട്ടിലേക്ക് ക്ഷണിക്കും. വരാതിരിക്കരുത് കേട്ടോ. അയ്യോ ആന്റി, ഞങ്ങൾ വരാതിരിക്കോ? അപ്പൊ ശരി സത്യ, ശരി മോളെ, നമുക്ക് പിന്നെ കാണാം. ചെല്ലേ. ശരി.